ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡായ ബേൽപൂരിയാണ് തയ്യാറാക്കാനായി പോകുന്നത്. നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റുകളിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമായി ഇത് കിട്ടുന്നുണ്ട്. വളരെ രുചികരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ബേൽപൂരിക്കായിട്ട് ഞാൻ 2 കപ്പ് പൊരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. അത് വലിയ ഒരു സവാള തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കാളിയാണ്. അത് 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാലഡ് വെള്ളരി അത് 1 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 1 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങ. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് സാലഡ് വെള്ളരി, ടൊമാറ്റോ, സവോള, പച്ചമുളക്, മല്ലിയില എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാവേ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് 3/4 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചട്നി തയ്യാറാക്കുന്ന വിധം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ മതിയാകും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മിക്സ്ചർ ആഡ് ചെയ്യാനുള്ള കാരണം ഇതിലേക്ക് കപ്പലണ്ടി, സേവ, ഗ്രീൻ പീസ് വറുത്തത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് ബൂന്തി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു മിക്സ്ചറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമെന്ന് തോന്നിയാൽ ഇട്ട് കൊടുക്കുക. ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം, കാരണം നമ്മൾ ഡ്രൈ മാംഗോ പൗഡറും ഗ്രീൻ ചട്നിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം പുളിപ്പുണ്ട്. അപ്പോൾ ആ പുളിപ്പിന് അനുസൃതമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ബേൽപൂരി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നമ്മുടെ ഈ ബേൽപൂരി. അതുപോലെ പുളിപ്പും മധുരവും എല്ലാം ചേർന്നിട്ട് ഒരു കിടുക്കാച്ചി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.